നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. സെക്ടർ ഓഫീസറുടെ വാക്ക് വിശ്വസിച്ച മടങ്ങിപ്പോയി തിരിച്ചെത്തിയവർക്ക് വോട്ടവകാശം നിഷേധിച്ചതായി പരാതി. കൊടിഞ്ഞി തിരുത്തി GLP സ്കൂളിലെ 93-ാം നമ്പർ ബൂത്തിലെ വോട്ടർമാർക്കാണ് വോട്ട് നിഷേധിച്ചത്. ഇവിടെ വോട്ടെടുപ്പ് മെല്ലെ പോക്കായതിനാൽ നീണ്ട വരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടുങ്ങിയ സ്ഥലത്താണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. വൈകുന്നേരമായതോടെ സ്കൂൾ വളപ്പിൽ സ്ത്രീകളും പുരുഷന്മാരുമടക്കം വോട്ട് ചെയ്യാനുള്ളവർ തിങ്ങി നിറഞ്ഞിരുന്നു. ഇതോടെ പലർക്കും സ്കൂൾ വളപ്പിൽ പ്രവേശിക്കാനായില്ല. ഇവിടെ വലിയ ആൾക്കൂട്ടമായതിനാൽ പലർക്കും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു. ഇതിനിടെ സെക്ടർ ഓഫീസർ എത്തി. തുടർന്ന് എല്ലാവരും ഇവിടെ നിൽക്കണമെന്നില്ലെന്നും തൽക്കാലം ഇവിടെ നിന്ന് പോയി പിന്നീട് വന്നാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകുമെന്നും ഓഫീസർ പറഞ്ഞതായി വോട്ടർമാർ ആരോപിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യുവാക്കളും ഏതാനും സ്ത്രീകളും തിരിച്ചു പോവുകയും ചെയ്തു. തുടർന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ പോലീസ് ഗേറ്റ് അടയ്ക്കുകയായിരുന്നു. 6 മണിക്ക് പോളിംഗ് സ്റ്റേഷൻ പരിസരത്തുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അർഹത ഉള്ളൂവെന്നും അവർക്ക് ടോക്കൺ നൽകുമെന്നും അതാണ് നിയമമെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ സെക്ടർ ഓഫീസർ ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് ഗേറ്റ് തുറന്നു നൽകിയില്ല. കൂടാതെ പോളിംഗ് ഓഫീസറും 6 മണിക്ക് ശേഷം എത്തുന്നവർക്ക് ടോക്കൺ കൊടുക്കേണ്ടതില്ലെന്നും പറഞ്ഞു. ഇതോടെ സ്ഥലത്ത് ബഹളമായി. ആരഞ്ഞ് വോട്ട് ചെയ്യുന്നവരൊക്കെ സ്ത്രീകളും ഏതാനും യുവാക്കളും തിരിച്ചെത്തിയെങ്കിലും അവർക്ക് വോട്ട് ചെയ്യാനായില്ല. സ്കൂൾ വളപ്പിൽ ഉണ്ടായിരുന്ന 150ഓളം പേർക്ക് ടോക്കൺ നൽകുകയും ചെയ്തു. തുടർന്ന് രാത്രി 8 മണിയോടെയാണ് ഇവിടെ വോട്ടെടുപ്പ് പൂർത്തിയായത്. വളരെ സാവധാനത്തിലായിരുന്നു ഇവിടുത്തെ പോളിംഗ് എന്ന് വോട്ടർമാർ പരാതി പറയുന്നു. മാത്രമല്ല തിരക്ക് മൂലം 2 പേർ കുഴഞ്ഞു വീണതായും ഇവർ പറഞ്ഞു. ആളുകൾക്ക് കുപ്പിവെള്ളം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം സെക്ടർ ഓഫീസറുടെ വാക്ക് വിശ്വസിച്ച് മടങ്ങിപ്പോയി തിരിച്ചെത്തിയവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.